ആദർശ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനായി രാപ്പകൽ ഭേദമന്യേ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ മികവിൻ്റെ കേന്ദ്രം ഇന്ത്യയിലെ ഏറെ ശ്രദ്ധേയമായ ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെ സമുന്നതനായ സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ് നൂറുർ റഹ്മ സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ ഹുദാ വസല്ലമ അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സമാദരണീയനായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ വാഹിദ് സാഹിബ്, വേദിയിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ അനുഗ്രഹിക്കുകയും നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലുസ്സാലിഹാത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പകരക്കാരനായിട്ടാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ബഹുമാന്യനായ പി മുജീബ് റഹ്മാൻ സാഹിബാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത ചില അനിവാര്യ സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. നൂറുർ റഹ്മ എന്ന പേരിൽ കഴിഞ്ഞ ഒരു വർഷമായി നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെയും അതിൻ്റെ കീഴിലുള്ള അനുബന്ധ സ്ഥാപനങ്ങളുടെയും സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറുർ റഹ്മ എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് എന്ന് മാത്രമല്ല, ഒരുപാട് ആശയങ്ങൾ ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ്. റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രകാശം, ആ രണ്ട് വാക്കുകളും നേർക്കുനേരെ അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന വാക്കുകളാണ്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, റഹ്മത്ത് എന്ന് പറയുന്നത്
അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്തുകളിൽപ്പെട്ട ഒന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാഹുവിൻ്റെ നാമത്തെ നാം പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനോടൊപ്പം ചേർത്ത് പറയുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് പ്രയോഗങ്ങളാണ് റഹ്മാൻ, റഹീം എന്ന് പറയുന്ന പ്രയോഗങ്ങൾ. റഹ്മാൻ, റഹീം എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ആശയമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത്. പാടൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് 10-25 വർഷത്തോളമായി വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഈ നാടിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള, ഈ നാടിനെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള, ഒരുപാട് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ട്രസ്റ്റിൻ്റെയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ അങ്ങനെ ഒരാഘോഷ പരിപാടിക്ക് നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പേരാണ് നിങ്ങൾ ഇതിന് കണ്ടെത്തിയിരിക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പാടൂർ എന്ന് പറയുന്ന ഈ പ്രദേശം ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമാണ്. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാൽ സമ്പന്നമായ നാടാണ് പാടൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്ന നിലക്ക്, ആ സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ എന്ന നിലക്ക് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വാർഷിക പരിപാടി ഈ നാടിൻ്റെ ഒരാഘോഷമാണ്. ഈ നാടിന് വലിയ തോതിൽ കൺകുളിർമയുണ്ടാക്കുന്ന ഒരു സദസ്സാണിത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും നാം ജീവിക്കുന്ന ഈ ഒരു കാലം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കരയെന്നോ കടലെന്നോ വ്യത്യാസമില്ലാതെ കുഴപ്പങ്ങൾ വ്യാപകമായ ഒരു കാലഘട്ടം. മനുഷ്യൻ്റെ ജീവിതത്തിൽ നാം വലിയ തോതിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നന്മയുടെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും മൂല്യങ്ങളുടേതുമൊക്കെയായ ജീവിതം നമുക്ക് സ്വപ്നം കാണേണ്ടി വരുന്ന ഒരു കാലഘട്ടം. അങ്ങനെയൊക്കെയായി മാറിയ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഈ ട്രസ്റ്റും ആ ട്രസ്റ്റിന് കീഴിലുള്ള സംവിധാനങ്ങളും നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് പോലെ, ലിനുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റി ആ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ദൗത്യം, ലിനുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, എല്ലാ ഇരുട്ടുകളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് വെളിച്ചത്തിലേക്ക് വഴി നടത്തുക എന്ന് പറയുന്ന ദൗത്യം, ആ ദൗത്യം നിർവഹിക്കേണ്ട, ആ ദൗത്യം ഏറ്റവും ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രയോഗത്തെ, നൂറുർ റഹ്മ എന്ന് പറയുന്ന ഈ പ്രയോഗത്തെ വളരെ മനോഹരമായ ആശയസമ്പുഷ്ടമായ ഒരു പ്രയോഗം എന്ന് ഞാൻ വിശേഷിപ്പിക്കുവാൻ കാരണം.
നമ്മുടെ ഈ നാടിന് ഇനിയും ധാരാളം വെളിച്ചം നൽകേണ്ടതുണ്ട്. നമ്മുടെ ഈ നാടിന് ഇനിയും ഒരുപാട് വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവൽ പ്രശ്നങ്ങൾക്ക് നാം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനെല്ലാം നിമിത്തമായി നമ്മുടെ ഈ സംഗമം മാറുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഇങ്ങനെ ഒരു സിൽവർ ജൂബിലി ആഘോഷം നമ്മുടെ ഈ സംവിധാനം നടത്തുന്നതിലൂടെ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് ഈ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഒന്ന് മസ്ജിദാണ്, മറ്റൊന്ന് മദ്രസയാണ്. മസ്ജിദ് എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ദൗത്യം നിർവഹിക്കേണ്ട ഒരു സംവിധാനത്തിന്റെ പേരാണ്. യഥാർത്ഥത്തിൽ മസ്ജിദ് എന്ന് പറയുന്നത് ഒരു ആശയമാണ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അതൊരു സ്ഥാപനത്തിന്റെ പേരല്ല. മറിച്ച് മസ്ജിദ് എന്ന് പറയുന്നത് ഒരാശയത്തിന്റെ പേരാണ്. ആ ആശയത്തിൽ പ്രധാനമായും ഉൾച്ചേർന്നിട്ടുള്ളത് 3 ഘടകങ്ങളാണ്. ഒന്ന്, അത് നൂറുള്ള അള്ളാഹുവിന്റെ നൂറാണ്. രണ്ടാമത്തേത്, അത് തഖ്വ ജനങ്ങൾക്ക് നൽകുന്ന സംവിധാനമാണ്. മൂന്നാമത്തേത്, ഹിദായത്ത് നൽകുന്ന സംവിധാനമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നൂറിനെ കുറിച്ച് പറഞ്ഞ് അല്ലാഹു നൂറു സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിന് ശേഷം തൊട്ടുടനെ അള്ളാഹു പറയുന്നത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു വയുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ എന്നാണ് അതിന് തൊട്ട് ശേഷം അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ പ്രകാശം ഈ ലോകത്തിന് ലഭ്യമാകുന്ന ഫീ ബുയൂത്തിൻ, ചില ഭവനങ്ങളുണ്ട്. ആ ബൈത്തുള്ള എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങളിൽ നിന്നാണ് അള്ളാഹുവിന്റെ പ്രകാശം ഈ ലോകത്തിന് പ്രസരിക്കുന്ന കേന്ദ്രമായി മാറേണ്ടത്. അതുകൊണ്ടാണ് അർശിന്റെ തണൽ ലഭ്യമാകുന്ന ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെണ്ണിയത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസാജിദുകളുമായി, പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി, അവന്റെ പവർ ഹൗസ്, അവന്റെ ജീവിതത്തിന്റെ സെന്റർ പോയിന്റ്, അവന്റെ ജീവിതത്തിന് വഴിവെളിച്ചം നൽകുന്ന കേന്ദ്രം എന്ന് പറയുന്നത് മസ്ജിദാണ്. ആ മസ്ജിദിൽ നിന്ന് ലഭ്യമാകുന്ന വെളിച്ചത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഈ ലോകത്തും നാളെ മരണശേഷമുള്ള ലോകത്തും വിജയകരമായ ജീവിതം നയിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തമാക്കുന്ന കേന്ദ്രത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ മസ്ജിദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബൈത്തുള്ള എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ പ്രകാശം ഈ ലോകത്തിന് മേൽ പ്രസരിക്കുന്ന കേന്ദ്രമാണ്. രണ്ടാമതായി ബൈത്തുള്ള എന്ന് പറയുന്നത് മനുഷ്യന് തഖ്വ നൽകുന്ന കേന്ദ്രമാണ്. വിശുദ്ധ ഖുർആനിൽ പള്ളികളെ പരിചയപ്പെടുത്തുന്നിടത്ത് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. വല്ലദീന തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്നുണ്ടായ ഒരു പള്ളി, ആ പള്ളിക്ക് അള്ളാഹു നൽകിയ പേര് മസ്ജിദുൻ ളിറാർ എന്നാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പള്ളി, ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന പള്ളി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാത്രം വരുത്തി വെക്കുന്ന പള്ളി. വല്ലദീന തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂല. അവിടെ ഈമാനിന് പകരം കുഫ്റിന് ചിലപ്പോൾ ആധിപത്യം കിട്ടുന്ന കേന്ദ്രമായി ആ കെട്ടിടം ചിലപ്പോൾ മാറിപ്പോകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കേന്ദ്രമായി പള്ളികൾ മാറിപ്പോവുക. വിശ്വാസികൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നതിന് പകരം വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കേന്ദ്രമായി പള്ളികൾ മാറുക. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. അതുപോലെ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾക്കുള്ള അഭയകേന്ദ്രമായി മാറുക. ഇങ്ങനെ ചില പള്ളികളെ, ഇങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു മസ്ജിദിനെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. താങ്കൾ ആ പള്ളിയുടെ പടി ചവിട്ടി പോകരുത്. താങ്കൾ പ്രവേശിക്കേണ്ട പള്ളിയല്ല അത്.
താങ്കളാൽ നിർമ്മിക്കപ്പെടേണ്ട, താങ്കളാൽ സംരക്ഷിക്കപ്പെടേണ്ട, താങ്കളാൽ പരിപാലിക്കപ്പെടേണ്ട ഒരു പള്ളിയല്ല അത്. മറിച്ച് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, യഥാർത്ഥത്തിൽ മസ്ജിദുകളുടെ അസ്ഥിവാരം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വയിൽ അസ്ഥിവാരമിട്ട പള്ളികൾ, ഇതാണ് ഇസ്ലാം മസ്ജിദിനെ കുറിച്ച് പറയുന്ന അടിസ്ഥാനപരമായ സങ്കല്പം എന്ന് പറയുന്നത്. മസ്ജിദ് എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിന്റെ പേരല്ല. റജാ ഗരോഡിയുടെ ഇസ്ലാം രാജമാർഗം എന്ന് പറയുന്ന പുസ്തകത്തിൽ പട്ടാള ബാരിക്കേഡുകളും പള്ളികളും കെട്ടിടങ്ങളാണ് എന്ന് പറയുന്ന ഒരു പരാമർശം നടത്തുന്നുണ്ട്. പട്ടാള ബാരിക്കുകളും മസ്ജിദുകളും കെട്ടിടങ്ങളാണ്. പക്ഷേ ആ കെട്ടിടത്തെ വേർപെട്ട് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ മസ്ജിദിനകത്ത് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പട്ടാള ബാരിക്കുകളും പള്ളികളും തമ്മിൽ വ്യത്യാസമില്ലാത്ത കേവലം ബിൽഡിങ്ങുകൾ മാത്രമായി ചുരുങ്ങിപ്പോകുമെന്ന് മസ്ജിദിനെ കുറിച്ച് റജാ ഗരോഡി നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരുപക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിനെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരം ഒരു വിശകലനം നടത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ പ്രവചനാത്മകമായി സമീപിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യൂഷികു അൻ യഅതിയ അലൈക്കും സമാൻ, നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ ഫഹിയ ഖറാബുൻ അനിൽ ഹുദാ ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇംദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ പ്രവചനാത്മകമായി സമീപിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമതായി പറയുന്നത് ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാം അതിന്റെ പേരുകളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലമായിരിക്കും. മുസ്ലിം പേരുകളുള്ള ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകും. പക്ഷേ ആ പേരുകളുള്ള വ്യക്തികളുടെ ജീവിതവും ഇസ്ലാമും തമ്മിൽ ബന്ധം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഇസ്ലാമിന്റെ സിംബലുകളായി, ഇസ്ലാമിന്റെ സൈൻ ബോർഡുകളായി ഒരുപാട് ചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും അത് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, വിശുദ്ധ ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലം. ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലമായി അത് ചുരുങ്ങിപ്പോകും. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ട മുസ്ഹഫുകൾ ആ കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരിക്കും. മസ്ജിദുകളിൽ ജുമാ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണവും പള്ളികളുടെ അലമാരകളിൽ അടുക്കി വെച്ച മുസ്ഹഫുകളുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ മുസ്ഹഫുകൾ അലമാറകളിൽ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇസ്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. മസാജിദുഹും ആമിറത്തുൻ ഫഹിയ ഖറാബുൻ അനിൽ ഹുദാ. പള്ളികൾ എന്ന പേരിൽ, മസ്ജിദുകൾ എന്ന പേരിൽ ആകാശം മുട്ടെ മിനാരങ്ങളുള്ള, അമ്പരചുംബികളായ മിനാരങ്ങളുള്ള, 10,000-കണക്കിന് സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ വലിയ കെട്ടിടങ്ങൾക്ക് മസ്ജിദ് എന്ന് പേര് വെച്ചിട്ടുണ്ടായിരിക്കും. ഫഹിയ ഖറാബുൻ അനിൽ ഹുദാ. ആ പള്ളികളിൽ നിന്ന് മനുഷ്യന് ലഭ്യമാകേണ്ട ഹിദായത്ത് മാത്രം ലഭ്യമല്ലാത്ത കെട്ടിടങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം. റജാ ഗരോഡി പറഞ്ഞതുപോലെ പട്ടാള ബാരിക്കുകളും മസ്ജിദുകളും കെട്ടിടങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്ന കാലം, അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റാത്ത കാലം. ഇങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മസ്ജിദുകൾ ഹിദായത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ മസ്ജിദുകൾ എന്ന് പറയുന്നത് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം ഒരു പ്രദേശത്തിന്റെ മേൽ ചൊരിയുന്ന കേന്ദ്രങ്ങളായി മസ്ജിദുകൾ ആ പ്രദേശത്ത് തല ഉയർത്തി നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ആ വെളിച്ചത്തിൽ ജീവിതം നയിക്കുവാൻ ഒരു ജനതയെ പാകപ്പെടുത്തുന്ന കേന്ദ്രങ്ങളായി ഒരു പ്രദേശത്തിന്റെ മസ്ജിദ് മാറുക എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള മസ്ജിദിനെ നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതേപോലെ ആ മസ്ജിദ് എന്ന് പറയുന്നതിന്റെ അസ്ഥിവാരം തന്നെ തഖ്വയായിരിക്കണം. ഒരു മനുഷ്യനെ മുത്തഖിയാക്കി മാറ്റുക എന്ന് പറയുന്ന ചുമതല മസ്ജിദുകളിലൂടെ നിർവഹിക്കപ്പെടണം. ലലാലത്തിലൂടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന, ജാഹിലിയത്തിന്റെ പലവിധത്തിലുള്ള അട്ടിപ്പേറുകളും പേറിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ
ആ ജാഹിലികത്തുകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശാബ്ദല തീരത്തേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന കേന്ദ്രങ്ങളായി മസ്ജിദുകൾ മാറണം. ലലാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മസ്ജിദുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ കാലഘട്ടം വല്ലാതെ ജീവിതം എന്ന് പറയുന്നത് സുഖിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്, അർമാദിക്കാനുള്ളതാണ്, അടിച്ചുപൊളിക്കാനുള്ളതാണ് എന്ന് പറയുന്ന മനോഭാവം വലിയ തോതിൽ വ്യാപകമായി പിടിമുറുക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറലിസത്തിൻ്റെതായ ആശയഗതികൾ മുസ്ലിം ഉമ്മത്തിന്റെ വീടകങ്ങളിലേക്ക് പോലും കയറിക്കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ നിർണയിച്ചിട്ടുള്ള ജീവിതത്തിന്റെ അതിരടയാളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി അതിരും വേലിയുമില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒരു സമൂഹത്തിൽ മസ്ജിദുകൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ആ മസ്ജിദുകൾക്ക് നിർവഹിക്കാനുള്ളത്. ആ സ്വഭാവത്തിൽ ഈ പാടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വർഷങ്ങളായി ഈ പ്രദേശത്തിന് അള്ളാഹുവിന്റെ നൂറ് ആസ്വദിക്കുവാൻ വക നൽകുന്ന കേന്ദ്രമായി, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഈ ഉമ്മത്തിനെ പാകപ്പെടുത്തുന്ന കേന്ദ്രമായി, ലലാലത്തിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുള്ള, ജാഹിലിയത്തിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുള്ള, സയ്യാത്തിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുള്ള, ബാത്തിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുള്ള, ഷർറിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുള്ള, ഫസാദിലേക്കും ഫിത്നയിലേക്കും ചാഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ജനവിഭാഗത്തെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഹിദായത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, ഹസനത്തിലേക്ക്, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കേന്ദ്രമായി മസ്ജിദുകൾ മാറുക. ആ ദൗത്യമാണ് ഈ പ്രദേശത്ത് യഥാർത്ഥത്തിൽ ഈ മസ്ജിദ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഒരു മസ്ജിദിന് നിർവഹിക്കാനുള്ളത്. അത് നിർവഹിക്കപ്പെടുമ്പോഴാണ് ആ പ്രദേശത്ത് നന്മ ധാരാളമായി അനുഭവിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക. ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തുന്ന ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഒന്നല്ല. ആരാധനാ കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ദീനിനെ കുറിച്ചല്ല നമ്മൾ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സന്ദർഭങ്ങളിൽ മാത്രം നിർവഹിക്കേണ്ട കാര്യമാണ്. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ആരാധനകൾ എന്ന് പറയുന്നത് എത്ര സമയമാണ് നമ്മൾ നിർവഹിക്കുക? സ്വലാത്ത് എന്ന് പറയുന്ന, നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് 24 മണിക്കൂറിൽ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കും. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ ദുഹ നിസ്കരിക്കുന്നവരാണ്, നിങ്ങൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, എല്ലാ സുന്നത്തുകളും നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും 24 മണിക്കൂറിൽ ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നത് 1-2 മണിക്കൂറുകൾ മാത്രമായിരിക്കും. ബാക്കി സമയം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ബാക്കി സമയത്തെ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? 365 ദിവസമുള്ള ഒരു വർഷത്തിൽ 30 ദിവസമാണ് റമദാൻ എന്ന് പറയുന്ന മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ബാക്കി 335 ദിവസം നാം ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സമ്പത്തിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ബാക്കി 97.5% സമ്പത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കിയുണ്ട്, നമ്മുടെ അലമാറകളിൽ ഭദ്രമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ സമ്പത്ത് നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു? ആ സമ്പത്ത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. 80 വയസ്സുവരെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഒരു തവണയാണ് ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ബാക്കി 79 വയസ്സ് നമ്മൾ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ടാണ്. എന്റെ ജീവിതത്തെ കമ്മ്യൂണിസം സ്വാധീനിക്കുന്നില്ല, എന്റെ ജീവിതത്തെ ക്യാപിറ്റലിസം സ്വാധീനിക്കുന്നില്ല, എന്റെ ജീവിതത്തെ ലിബറലിസം സ്വാധീനിക്കുന്നില്ല, എന്റെ ജീവിതത്തെ എത്തീസം സ്വാധീനിക്കുന്നില്ല, എന്റെ ജീവിതത്തെ ഡാർവിനിസമോ ഫ്രോയിഡിസമോ മെറ്റീരിയലിസമോ ഹെഗനിസമോ ഒന്നുമേ സ്വാധീനിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കമ്മ്യൂണിസം കൊണ്ട് പോയാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ക്യാപിറ്റലിസത്തിന്റെ ഉജ്ജ്വലമായ വക്താക്കളായി ഈ ദുനിയാവിൽ ജീവിച്ച് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തീരുമാനിച്ചാൽ അതും അള്ളാഹുവും തമ്മിൽ ചേരുന്ന പ്രശ്നമില്ല.
നിങ്ങളുടെ ദുനിയാവിൽ നിങ്ങളെ സ്വാധീനിച്ച എന്തെല്ലാം ജീവിത കാഴ്ചപ്പാടുകളുണ്ടോ ആ കാഴ്ചപ്പാടുകളുമായി നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് വിലപ്പോകുന്ന വിഷയമില്ല. അതുകൊണ്ട് ഇസ്ലാം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ നാം ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കൂടിയാണ്. കാരണം ഐ എം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ് എന്ന് ആത്മാഭിമാനത്തോടെ ചങ്കുറപ്പോടെ പറഞ്ഞുകൊണ്ട് നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം വമൻ ഇബ്തഗൈനൽ ഇസ്സത ബിഗൈരി ദീനില്ലാഹി അദല്ലനല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്നത് ഇസ്ലാമാണ്. ആ ഇസ്ലാം അല്ലാതെ മറ്റു വല്ലതിലൂടെയുമാണ് നിങ്ങൾ ഇസ്സത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളെ നിന്ദ്യമായ, പതിതമായ, ഒന്നിനും കൊള്ളാത്ത ചപ്പ് ചവറുകളെ പോലെയുള്ള ഒരു വിഭാഗമാക്കി പടച്ചതമ്പുരാൻ മാറ്റുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചതുപോലെ എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഇസ്ലാമാണ്, ഞാൻ ഇസ്ലാം അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുവാനും ആ പ്രഖ്യാപനത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മനോഭാവം, ഇസ്ലാമിനോടുള്ള വെറുപ്പും വിദ്വേഷവും ആളിക്കത്തിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുവാനുള്ള, അതിലൂടെ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ നുകർന്നുകൊണ്ട് ഏത് കാലഘട്ടത്തിലും അധികാരവുമായി മുന്നോട്ട് പോകാൻ കൊതിക്കുന്നവർ രാജ്യം ഭരിക്കുന്ന, ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ ഖദ് ബയ്യനാ ലകുമുൽ ആയാതി ഇൻ കുൻതും തഅഖിലൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് പ്രകാരം ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ നാവുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അവരുടെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ച ഇസ്ലാമിനെതിരെയുള്ള, മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷത്തിന്റെയും കലിപ്പിന്റെയും കോപത്തിന്റെയും മനോഭാവവുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ വളരെ വളരെ ചെറുതാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ വളരെ ചെറുതാണ്. അവരുടെ മനസ്സിനകത്ത് ഇസ്ലാമിനെതിരെയുള്ള വിദ്വേഷം അത്രമാത്രം ഭീകരമായി അവർ ആളി കത്തിച്ചു വെച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കും വിധം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെയുള്ള മനോഭാവം വളരെ ശക്തിപ്പെട്ടു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ ചിലരെങ്കിലും അപകർഷതാബോധം പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മുസ്ലിമാണ് എന്ന് ആത്മാഭിമാനത്തോടെ പറയാനും, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് അവന്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുവാനും ഏതോ നിലക്ക് മടി തോന്നുന്ന, അപകർഷതാബോധം പിടികൂടുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നാം ജീവിക്കുന്ന ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്ത് തന്നെ വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നതിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏതോ അളവിൽ വിജയിച്ചു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഇസ്ലാം നമുക്ക് പ്രകാശം നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് എന്റെ കുടുംബ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇസ്ലാമാണ്. എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാനും എന്റെ ഇണയും എന്റെ തുണയും തമ്മിലുള്ള ബന്ധത്തിൽ ഇസ്ലാം അല്ലാതെ മറ്റൊരാളും യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്തുന്നില്ല. എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ, എന്റെ കച്ചവടത്തിൽ, എന്റെ ജോലിയിൽ, എന്റെ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഞാൻ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കപ്പുറം മറ്റൊരു സാമ്പത്തിക വീക്ഷണങ്ങളും എന്നെ സ്വാധീനിക്കുന്നില്ല. എന്റെ സാമൂഹ്യ ഇടപെടലുകളിൽ എന്നെ സ്വാധീനിക്കുന്നത് ഇസ്ലാം മാത്രമാണ്, ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും എന്നെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിന് കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ എല്ലാ അധ്യാപനങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹു നിശ്ചയിച്ച പരിധിയാണ്, ആ പരിധിക്കപ്പുറം എന്റെ ജീവിതം പോകുന്ന പ്രശ്നമില്ല. എന്റെ ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല, എന്റെ സാമ്പത്തിക ഇടപാടുകൾ, എന്റെ വസ്ത്രധാരണം, എന്റെ ഭക്ഷണം, എന്റെ പാർപ്പിടം, എന്റെ വാഹനം, എന്റെ മൊബൈൽ ഫോൺ, എന്റെ ശരീരത്തിൽ ഞാൻ തേക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന മറ്റെന്തെല്ലാം ഉണ്ടോ എല്ലാം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഇസ്ലാമാണ്, യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഉസ്വത്തുൻ ഹസന എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ കാലഘട്ടത്തിൽ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസുകളിൽ ഇസ്ലാം വിരുദ്ധ മനോഭാവങ്ങൾ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ ഇസ്ലാം വിരുദ്ധത വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ മേൽക്കൈ ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐ എം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് തന്റെ വസ്ത്രധാരണത്തിലൂടെ, തന്റെ ജീവിതശൈലിയിലൂടെ, തന്റെ പെരുമാറ്റത്തിലൂടെ, തന്റെ കൺസെപ്റ്റിലൂടെ, തന്റെ ഐഡിയോളജിയിലൂടെ, തന്റെ ഐഡന്റിറ്റിയിലൂടെ ആ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന ചോദ്യം വളരെ ഗൗരവത്തിൽ ഉന്നയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് ഇസ്ലാമിനെ നമ്മോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമികമായ ജീവിതം നയിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുക എന്ന് പറയുന്ന ദൗത്യം, അത് നിർവഹിക്കുവാൻ നമ്മളെ പാകപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഈ ട്രസ്റ്റിന് കീഴിൽ ഈ പ്രദേശത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രചോദനമായി ഈ സംഗമം തീർച്ചയായും മാറേണ്ടതുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ള കാര്യം, ഒരുപക്ഷെ ഈ ട്രസ്റ്റിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംവിധാനം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായിരിക്കും. പ്രത്യേകിച്ച് മദ്രസ സംവിധാനം ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസയുടെ വാർഷിക പരിപാടി കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മദ്രസകൾ നിർവഹിക്കുന്ന ഒരു ദൗത്യമുണ്ട്, മദ്രസകൾക്ക് നിർവഹിക്കേണ്ട ഒരു ദൗത്യമുണ്ട്. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം ലാഭനഷ്ടങ്ങൾ മാത്രം കണക്കുകൂട്ടി നിർവഹിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ചെയ്യുന്നതിലൂടെ എനിക്കെന്താണ് ലാഭമുണ്ടെങ്കിൽ അത് ചെയ്യുക, നഷ്ടമാണെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ പോവുക എന്നതിനപ്പുറം ജീവിതത്തിൽ ഉണ്ടാകേണ്ട മൊറാലിറ്റിയോ, ജീവിതത്തിൽ ഉണ്ടാകേണ്ട എത്തിക്സോ, ജീവിതത്തിൽ ഉണ്ടാകുന്ന വാല്യൂസുകളോ യാതൊരു വിധത്തിലുള്ള വിലയും കൽപ്പിക്കപ്പെടാത്ത ഏതോ സാമൂഹ്യ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിനെ അറിയുവാനുള്ള അവസരം നൽകുക, അള്ളാഹുവിനെ അറിയുവാനുള്ള അവസരം നൽകുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അറിയേണ്ട ഒന്നാമത്തെ അറിവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഐഡിയോളജിയുടെ പ്രഖ്യാപന വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ചുള്ള അറിവാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായും ലഭ്യമാകേണ്ട ഇൽമ് ഒരാൾക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ ആ ഇൽമ്, അത്തരം ഇൽമില്ലാത്ത ഒരു മനുഷ്യന് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സംസ്കാര സമ്പന്നമായ, അതുപോലെ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇൽമ് പഠിക്കുക എന്ന് പറയുന്നത്, ആ ഇൽമ് അറിവ്, പിന്നെ ഉപകാരപ്രദമായ വിജ്ഞാനമായി മാറുക എന്ന് പറയുന്നത് ഇൽമുൻ യുൻതഫഉ ബിഹി, തന്റെ ജീവിതത്തിൽ ഉപകാരപ്രദമായ ഇൽമ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് നടത്തിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ എന്നതായിരുന്നു. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമുകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. ഉപകാരമില്ലാത്ത വിജ്ഞാനം ഈ ജീവിതത്തിൽ ഉപകാരമില്ല, മരണശേഷം പരലോക ജീവിതത്തിൽ ഉപകാരമില്ല. ഇങ്ങനെ ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിന് പകരം എൻ്റെ ജീവിതത്തിൽ ഈ ദുനിയാവിലും നാളെ മരണശേഷമുള്ള ജീവിതത്തിലുമെല്ലാം ഏത് നിലക്ക് ആലോചിച്ചു കഴിഞ്ഞാലും ഉപകാരം ലഭ്യമാകുന്ന ഇൽമ് എനിക്ക് ലഭ്യമാകണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ്. തീർച്ചയായും മദ്രസ സംവിധാനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നമുക്ക് പകർന്നു നൽകാനുള്ളത് ഉപകാരപ്രദമായ ഇൽമ് നേടിയെടുക്കാനുള്ള അവസരമാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം വിസ്മരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായ ലോകത്ത് ലാഭങ്ങൾ നേടിയെടുക്കുക എന്നതിൽ കവിഞ്ഞ് വിദ്യാഭ്യാസത്തിലൂടെ, അറിവ് സമ്പാദിക്കുന്നതിലൂടെ മൂല്യാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ഘടനയെ പടുത്തുയർത്തുക എന്നതോ, ജീവിതത്തിൽ പാലിക്കേണ്ട എത്തിക്സും മൊറാലിറ്റിയും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ഘടനയെ നിർമ്മിച്ചെടുക്കുക എന്നതോ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്, ഹി ഹു ഓപ്പൻ എ സ്കൂൾ ഡോർ ക്ലോസസ് എ പ്രിസൺ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പ്രദേശത്ത് ഒരു വിദ്യാലയം ആരംഭിച്ചു കഴിഞ്ഞാൽ
ഒരു പ്രദേശത്ത് ഒരു സ്കൂളിന്റെ കവാടം തുറന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഒരു ജയില് അടച്ചുപൂട്ടേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രദേശത്ത് ഒരു വിദ്യാലയം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ജയില് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് വിക്ടർ ഹ്യൂഗോ തന്റെ പ്രസിദ്ധമായ പ്രയോഗത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് ആ പ്രയോഗത്തെ നമുക്ക് അല്പം മാറ്റങ്ങൾ വരുത്തി ഇങ്ങനെ വേണമെങ്കിൽ പറയാം. നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രദേശത്ത് ഒരു വിദ്യാലയം ആരംഭിച്ചു കഴിഞ്ഞാൽ, ഒരു LP സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ LP സ്കൂളിന്റെ തൊട്ടടുത്ത് ഒരു പോലീസ് സ്റ്റേഷനെങ്കിലും അനിവാര്യമായും നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് മാറ്റി പറയേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഈ കാലഘട്ടത്തിലെ പ്രായം, ശരാശരി പ്രായം എത്രയാണ്? അതിന് അദ്ദേഹം നൽകുന്ന മറുപടി 13 വയസ്സ് എന്ന. 13 വയസ്സുള്ള കുട്ടികൾ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ആ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു മന്ത്രി തന്നെ പറയേണ്ടുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ LP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ വിദ്യാഭ്യാസം എന്തിനു നേടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനായി മാറാൻ, ഒരു നല്ല സമൂഹത്തെ നിർമ്മിച്ചെടുക്കുവാൻ എന്ന ഉത്തരത്തിന് പകരം കാര്യമായി ഈ ദുനിയാവിൽ സാമ്പത്തികമായ ലാഭങ്ങൾ നേടിയെടുക്കുവാൻ എന്തിനാണ് മക്കളെ പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് മാതാപിതാക്കൾ പറയുന്ന മറുപടി, എൻ്റെ മക്കൾ ഭാവിയിൽ ഒരു പൊന്മുട്ടയിടുന്ന താറാവായി മാറണം, അല്ലെങ്കിൽ ഒരു പണം കായ്ക്കുന്ന മരമായി മാറണം എന്ന ലക്ഷ്യത്തോടുകൂടി മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുന്ന വിജ്ഞാനം അവർ പിന്നെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും, അവർ വൈദ്യശാസ്ത്രം പഠിക്കുന്നവരാവാം, അവർ എഞ്ചിനീയറിംഗിന് പോകുന്നവരാവാം, അവർ IT പ്രൊഫഷണലിസ്റ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടാവാം, അവര് ഒരു അഡ്വക്കേറ്റ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം, അവർ നല്ല ഒരു ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി പഠിക്കുന്നുണ്ടാവാം. ഏത് മേഖലകളിലേക്ക് അവർ തിരിഞ്ഞു പോയി കഴിഞ്ഞാലും മദ്രസകളിലൂടെ നമ്മളുടെ മക്കൾക്ക് പകർന്നു നൽകിയ ഇൽമ് അവരുടെ ജീവിതത്തിന് ഉപകാരപ്രദമായി മാറുന്ന ഒരു സാഹചര്യം മദ്രസ പഠനത്തിലൂടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭരണകൂടങ്ങൾ അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഉപകരണങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭരണകൂടം ആ പ്രദേശത്ത്, ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ, പൗരന്മാരെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതിന് വിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അക്ബർ ഇലഹബാദി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഉറുദു കവി അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കവിതയിലൂടെ ഈ അപകടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയുടെ മലയാളം ഇങ്ങനെയാണ്: എന്തിനാണ് ഫറോവ ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? എന്തിനാണ് ഫിർഔൻ ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞത്? അയാൾക്ക് അതിന് പകരം അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ പോരായിരുന്നോ? അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ പോരായിരുന്നില്ലേ? എന്തിനാണ് അയാൾ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത് എന്ന് അക്ബർ ഇലഹബാദി ചോദിക്കുമ്പോൾ ആ ചോദ്യം മൂർച്ചയുള്ള സാമൂഹ്യ വിമർശനമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ആധുനിക കാലഘട്ടത്തിൽ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളെ തുറന്നു തീർക്കുന്ന അദ്ദേഹത്തിന്റെ ഗൗരവപ്പെട്ട വരികളാണിത്. എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഫിർഔൻ ആ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ കൊന്നത് എന്ന് നമുക്കറിയാം. ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു അധികാര സംവിധാനത്തെ തന്നെ തകർക്കുന്ന ഏതോ ഒരുത്തൻ ഈ നാട്ടിൽ ജനിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് ജ്യോത്സ്യ പ്രവചനം ഉണ്ടായപ്പോ ആ പ്രവചനം സാക്ഷാത്കരിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും ഫിർഔൻ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ തങ്ങൾക്ക് ഉള്ള ഭീഷണികൾ അതുവഴി ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടിയത്. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിലൂടെ ഈ ലോകത്തുണ്ടാവുകയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നുബുവത്തിലൂടെ ഫിർഔനിന്റെ അന്ത്യം കുറിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം.
ഈ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അക്ബർ ഇലഹബാദി പറയുന്നത്, എന്തിനാണ് ഇയാൾ ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്? അയാൾക്കൊരു സ്കൂൾ തുടങ്ങിയാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭരണകൂടങ്ങൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കി തങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം ആളുകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും തങ്ങൾക്ക് വാലാട്ടികളായി മാറുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്യാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വിദ്യാഭ്യാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നമ്മുടെ ബാധ്യതയാണെങ്കിൽ മദ്രസ സംവിധാനത്തിലൂടെ തീർച്ചയായും നിർവഹിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം യഥാർത്ഥത്തിൽ അതുകൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി മനസ്സിലാക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഹദീസുകളിലൂടെ മനസ്സിലാക്കി, ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ കടന്നുപോയി ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരാളുടെ ജീവിതത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട അധ്യാപനങ്ങൾ എന്തൊക്കെയാണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും നമ്മുടെ ഈ പ്രദേശത്തുള്ള മദ്രസ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യവും അത് തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ട്രസ്റ്റിന് കീഴിൽ ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ജനസേവനം എന്ന് പറയുന്നത് ദൈവാരാധനയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ദർശനമാണ് ഇസ്ലാം. സമൂഹത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട വ്യക്തിപരമായ ബാധ്യതയാണ്. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളെ അതിൽ നിന്ന് കരകയറ്റുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം. ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ രണ്ടർത്ഥങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, മുസ്ലിം ഉമ്മത്ത് ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾക്കിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യം നിർവഹിക്കുവാൻ. രണ്ടാമത്, ഈ സമൂഹത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് സാമൂഹ്യപരമായി സാമ്പത്തികപരമായി ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആ ആളുകൾക്ക് അവരെ അതിൽ നിന്ന് കരകയറ്റി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം കൂടിയാണ് നമ്മുടെ ഈ സംവിധാനത്തിലൂടെ സ്വാഭാവികമായും നിർവഹിക്കുന്നുണ്ടാവുക. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുന്ന ഈ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിന് കൂടുതൽ വെളിച്ചമേകാൻ, നമ്മുടെ ഈ പ്രദേശത്തിന് കൂടുതൽ നേർവഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള വഴികൾ തുറന്നു കിട്ടുവാൻ, അതിലൂടെ ഈ സമൂഹത്തെ ഉയരങ്ങളിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ ഈ സംവിധാനത്തിന് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും തീർച്ചയായും ഇവർ ആഗ്രഹിക്കുന്നുണ്ടാകും. അത് നൽകുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നന്മയും ധർമ്മവും എവിടെയുണ്ടോ അവിടെ മറ്റുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ സങ്കുചിതമായ വീക്ഷണങ്ങളും മനോഭാവങ്ങളും തൽക്കാലം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന വഉഖ്റാ തുഹിബ്ബൂനഹ നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ആത്മാർത്ഥമായ സഹായം കൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ ലോകത്ത് നന്മ വിളയാടുന്ന ഒരു നല്ല ലോകത്തെ സൃഷ്ടിച്ചെടുത്ത് അത് കൺകുളിർക്കെ കണ്ട് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കാനുള്ള സൗഭാഗ്യം പടച്ചതമ്പുരാൻ നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്ത് ഒരുപാട് വലിയ നന്മയുടെ പക്ഷത്തുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പറയാതെ ഇതുപോലെയുള്ള ഒരു സദസ്സ് അവസാനിപ്പിക്കുന്നത് അവരോട് കാണിക്കുന്ന അനീതിയായിരിക്കുമെന്നതുകൊണ്ട് ഞാനത് സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരന്മാർ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഗസ എന്ന് പറയുന്ന ഒരു തുരുത്തിൽ വിപ്ലവകരമായ ഉജ്ജ്വലമായ പരാജയപ്പെട്ടു കൊടുക്കാൻ തയ്യാറല്ലാതെ തോറ്റുകൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 50,000-ഓളം വരുന്ന നിരപരാധികളായ മനുഷ്യരുടെ രക്തസാക്ഷിത്വം അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ആ പോരാട്ടം ഞങ്ങൾ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ആ ജനത ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതകരമായ സ്വഭാവത്തിലുള്ള അതിജീവനത്തിന്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ലോകം മുഴുവനും ഇന്ന് കൗതുകത്തോടു കൂടിയാണ് ഗസയിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രമാത്രം വലിയ പ്രതിസന്ധികൾ ഒരു ജനവിഭാഗം നേരിട്ടിട്ട് അവർക്ക് താമസിക്കുവാൻ വീടുകളില്ല, അവർക്ക് നിസ്കരിക്കാൻ പള്ളികളില്ല, അവർക്ക് പഠിക്കുവാൻ പള്ളിക്കൂടങ്ങളില്ല, അവർക്ക് ജോലി ചെയ്യുവാനുള്ള സ്ഥാപനങ്ങളില്ല, അവിടെ സർക്കാർ ഓഫീസുകളില്ല. ഒരു നാട് അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി പോയി കഴിഞ്ഞിട്ടും ടെന്റുകളുടെ അകത്തിരുന്നു കൊണ്ട് ചിരിച്ചും കളിച്ചും കുട്ടിത്തത്തിന്റെ ആസ്വാദനങ്ങളുമായി കുട്ടികൾ, സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, പുരുഷന്മാർ അവരുടെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് അവരുടെ ജൈത്രയാത്ര അത്ഭുതകരമായി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവനും ഇന്ന് ആ ജനത്തെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൗതുകം ഇസ്ലാമിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ മാഗൻ റൈസ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്ത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഗസയിലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിജീവനത്തിന്റെ അത്ഭുതകരമായ ജൈത്രയാത്ര കണ്ടുകൊണ്ട് ഇവർക്ക് ഈ അത്ഭുതകരമായ അതിജീവനത്തിന്റെ ജൈത്രയാത്ര നടത്താൻ അവരെ പ്രാപ്തമാക്കുന്നത് വിശുദ്ധ ഖുർആനാണെങ്കിൽ വി റീഡ് ഖുർആൻ, അവരെ പ്രാപ്തമാക്കുന്നത് ഇസ്ലാം ആണെങ്കിൽ വി ഫോളോ ഇസ്ലാം, ഞങ്ങൾ ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും തീരത്തൂടെ യൂറോപ്പും അമേരിക്കയും ഒക്കെ നടന്നു പോകാനുള്ള വഴികൾ ഈ പറയുന്ന ഗസയിലെ ഈ സംഭവം അതിന് സ്വഭാവത്തിൽ പ്രചോദനമായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വിജയിക്കുവാനുള്ള പോരാട്ടങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിജയിക്കുന്ന ഈ പോരാട്ടത്തിൽ നമ്മളും കണ്ണികളായി മാറുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കുവാൻ നമ്മൾ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ സദസ്സിൽ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു നന്മയുടെ സദസ്സായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അർത്ഥത്തിൽ പടച്ചതമ്പുരാൻ നമ്മുടെ ഈ സദസ്സിനെ പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമത്തിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ഉമ്മത്തിന്റെ മസ്ജിദുകൾ നൂറുൻ അലാ നൂറിൻ, പ്രകാശത്തിനുമേൽ പ്രകാശമാകേണ്ടതുണ്ട്. ജാഹിലിയത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ നന്മയിലേക്ക് പിടിച്ചുയർത്തുന്ന കേന്ദ്രങ്ങളായി മാറേണ്ടതുണ്ട് മസ്ജിദുകൾ. ഇസ്ലാമിനെ ചേർത്ത് പിടിച്ച് ജീവിക്കുക എന്നതാണ് ഏതൊരു മുസ്ലിമിൻ്റെയും ബാധ്യത. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിനെ അറിയുവാനുള്ള, അള്ളാഹുവിനെ അറിയുവാനുള്ള ഇടങ്ങളായി മദ്രസയെ ഒരുക്കണം. ഇപ്രകാരം ഒരുപാട് നന്മകൾ പകർന്ന് ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം നദ്വി സാഹിബിന് നൂറുർ റഹ്മയുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.